പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ സൺ ടാൻ പോയിരിക്കും കേട്ടോ, ഗ്യാരണ്ടിയാണ്. ഞാനിത് കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും വാചാല പുളകിതയാവുന്നത്. ഡേ ബൈ ഡേ സ്കിൻ വേഴ്സനായി വരികയായിരുന്നു. എൻ്റെ ഫേസ് ഒരു കളറ്, കഴുത്തൊരു കളറ്, കൈയൊക്കെ നമ്മൾ ഡ്രസ്സ് ഇത്രയ്ക്കുള്ളതാണല്ലോ, ഹാഫ് സ്ലീവ് ആയിരുന്നത്. അപ്പോൾ അവിടെ വരെ ഒരു കളറ്, പിന്നെ അവിടുന്ന് ഇതുവരെ ഫുൾ ഇട്ടോ ഈ ഫിംഗേഴ്സിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര കറുത്തിട്ടായിരുന്നു, കറുകറുന്നുണ്ടാവുമായിരുന്നു കേട്ടോ. ആൻറ്റി ഇത് എനിക്ക് പർട്ടിക്കുലർ ടാൻ റിമൂവൽ പാക്ക് പറഞ്ഞു തന്നു. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, അത് യൂസ് ചെയ്തിട്ട് എനിക്ക് 50% ഓഫ് ദ ടാൻ പോയിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, പുരുഷന്മാരാരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകണ്ട. കാരണം നിങ്ങൾക്കും 100% വർക്കിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കും സൺ ടാനിങ്, പിഗ്മെന്റേഷൻ. നമ്മൾ ഈ സൺ എക്സ്പോഷർ കാരണം നമ്മുടെ നോർമൽ സ്കിൻ ടോൺ ഒന്ന് ഫെയ്ഡ് ആയിട്ട് ഒന്ന് കറുത്ത് കരുവാളിച്ച പോലെ അല്ലേ. അപ്പോൾ അതിനുള്ളൊരു കിഡിലൻ ഹോം റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇത് 100% വർക്കിംഗ് ആണ്. ഇത് നമ്മുടെ നാച്ചുറൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ഫസ്റ്റ് യൂസിൽ തന്നെ അടിപൊളി റിസൾട്ട്, നിങ്ങളുടെ ഒരു 60 to 70% ഓഫ് ദ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ സൺ ടാൻ പോയിരിക്കും കേട്ടോ, ഗ്യാരണ്ടിയാണ്. ഞാനിത് കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും വാചാല പുളകിതയാവുന്നത്. എനിക്കിതുപോലെ പണ്ട് ഇഷ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ എല്ലാവരും ഡെയിലി പുറത്തു പോകുന്ന ആൾക്കാരാണ്. ആൻഡ് അന്നെന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ പ്രത്യേകിച്ച് സ്കിന്നിനായിട്ടൊരു സ്പെഷ്യൽ കെയർ ഒന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഡെയിലി ഇങ്ങനെ സൺ എക്സ്പോഷർ, അപ്പോൾ ഡേ ബൈ ഡേ സ്കിൻ വേഴ്സനായി വരികയായിരുന്നു. എൻ്റെ ഫേസ് ഒരു കളറ്, കഴുത്തൊരു കളറ്, കൈയൊക്കെ നമ്മൾ ഡ്രസ്സ് ഇത്രയ്ക്കുള്ളതാണല്ലോ, ഹാഫ് സ്ലീവ് ആയിരുന്നു. അപ്പോൾ അവിടെ വരെ ഒരു കളറ്, പിന്നെ അവിടുന്ന് ഇതുവരെ ഫുള്ള് ഇട്ടോ ഈ ഫിംഗേഴ്സിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര കറുത്തിട്ടായിരുന്നു, കറുകറുന്നുണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരിക്കൽ അമ്മയ്ക്ക് ഇതുപോലെ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലറിൽ പോയതായിരുന്നു. അപ്പോൾ പാർലറിൽ പോയപ്പോൾ ഞാൻ അവിടുത്തെ ബ്യൂട്ടീഷ്യൻ ആൻറ്റിയോട് ചോദിച്ചു, ഇതിനെന്തെങ്കിലും ഹോം റെമഡി ഉണ്ടോ എന്നുള്ള രീതി ചോദിച്ചപ്പോൾ ആൻറ്റി ഇത് എനിക്ക് പർട്ടിക്കുലർ ടാൻ റിമൂവൽ പാക്ക് പറഞ്ഞു തന്നു. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, അത് ഞാൻ യൂസ് ചെയ്തിട്ട് അന്നെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ടാൻ ആയിരുന്നു കേട്ടോ. അപ്പം അത് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ എനിക്ക് 50% ഓഫ് ദ ടാൻ പോയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല സ്കിൻ ഭയങ്കര ഒരു ബേബി സ്കിൻ പോലെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ അന്ന് കൂടുതൽ ടാൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഞാനൊരു വീക്ക്ലി ത്രൈസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി ഞാനൊരു 10 days യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. എനിക്ക് ഓൾമോസ്റ്റ് 90% ഓഫ് ദ ടാൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കര കെയർ ചെയ്യാനും തുടങ്ങി കേട്ടോ സ്കിന്നിനെ. കാരണം ഒരുവിധം അത്രയും വേഴ്സ് ആയിട്ടുള്ളൊരു സ്കിന്ന് നമ്മൾ കുറച്ച് നല്ല രീതിയിൽ ആക്കി കൊണ്ടുവരികയാണ്. അപ്പം കുറച്ച് റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ ഞാനും പിന്നെ കെയറിങ് കൊടുക്കാൻ തുടങ്ങി. ലൈക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങി, ഗ്ലൗസ് യൂസ് ചെയ്യാൻ തുടങ്ങി. കൂടുതലായിട്ടും വെയിലിൽ നിന്ന് എനിക്ക് എങ്ങനെയൊക്കെ എൻ്റെ ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ട് പിന്നെ എനിക്ക് ഗ്രാജുവലി അത് പോയിട്ട് നോർമൽ സ്കിൻ ടോൺ ആയിട്ടോ. അപ്പം നമ്മുടെ സ്ക്രബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കോഫി സ്ക്രബാട്ടോ. അതായത് കോഫി യൂസ് ചെയ്യുന്നുണ്ട്, ഷുഗർ യൂസ് ചെയ്യുന്നുണ്ട്, കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു പാക്കിനായിട്ട് യൂസ് ചെയ്യുന്നത്. കോഫി എന്ന് വെച്ചാൽ കെഫെയിൻ അടിപൊളി ഇൻഗ്രീഡിയൻ്റ് ആണ്, ടാൻ ഒരു ഏജൻ്റ് ആണത്. ഓക്കെ, ടാൻ റിമൂവലിനൊക്കെ അടിപൊളിയാണ്. പിന്നെ ഷുഗർ ആയിക്കോട്ടെ, അതിൻ്റെ ആ ക്രിസ്റ്റൽസ് നമുക്കൊരു അടിപൊളി സ്ക്രബിങ് ഇഫക്റ്റ് തരും. കോക്കനട്ട് ഓയിൽ ആയിക്കോട്ടെ, ഒന്ന് സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഭയങ്കരമായിട്ട് എക്സസീവ് ഡ്രൈനെസ് ഒക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് ഒരു മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം ഈ 3 ഇൻഗ്രീഡിയൻസും ഭയങ്കര കിടിലൻ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഈ 3ഉം കൂടെ ഒത്തുചേരുമ്പോൾ അടിപൊളി ഒരു മിറാക്കിൾ തന്നെ നമ്മുടെ സ്കിന്നിൽ സംഭവിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പാക്കാട്ടെ. ജസ്റ്റ് വൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ. നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. കാരണം ഇപ്പം ഞാൻ യൂസ് ചെയ്തു, ഇപ്പോൾ വീട്ടിൽ അമ്മ നമ്മളെല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. അടിപൊളി കിടിലൻ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവിടെയും യൂസ് ചെയ്യാം. ഫേസ് മാത്രമല്ല, കഴുത്ത് യൂസ് ചെയ്യുക, കയ്യിൽ എവിടെയൊക്കെ ടാൻ ഉണ്ട് അവിടെയൊക്കെ യൂസ് ചെയ്യുക. ഈവൻ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുമല്ലോ, ചിലർക്ക് കറുത്തിട്ട് ഇങ്ങനെ ലൈൻസ് വരുന്നുണ്ടാവും. അപ്പം അതൊക്കെ പോവാനായിട്ട് കിഡിലനാണ് കേട്ടോ. അപ്പം ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി, ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, എത്ര നേരം യൂസ് ചെയ്യണം, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കണ്ടിട്ട് വരും. സോ ഇതാണ് നമ്മുടെ മാജിക് ഇൻഗ്രീഡിയൻസ്: കോഫി പൗഡർ, ഷുഗർ ആൻഡ് കോക്കനട്ട് ഓയിൽ, 1 ടീസ്പൂൺ ഈച്ച്. അടിപൊളി പാക്കാട്ടോ ഗൈസ്. അറ്റ്ലീസ്റ്റ് വൺസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സൺ ടാൻ ആയിക്കോട്ടെ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ്ലി മാറിയിട്ട് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവും. പിന്നെ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം, ഒരുപാട് വെള്ളം ആക്കരുത് കേട്ടോ. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി സ്ക്രബ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഞാൻ ഒരുപാട് വെള്ളം ആക്കാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി ഫേസ് വെറ്റ് ചെയ്തിട്ടാണ് ഇത് വെച്ച് സ്ക്രബ് ചെയ്യുക. മാത്രമല്ല ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഷുഗർ എന്തിനാ ആഡ് ചെയ്യണം? ഇതിൻ്റെ ക്രിസ്റ്റൽസ് ഒരു സ്ക്രബിങ് ഇഫക്റ്റ് നമുക്ക് തരും, ഒരു തരിതരിപ്പ് ഉണ്ടാവും സ്ക്രബ് ചെയ്യാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ നല്ല രീതിയിൽ മാറിയിട്ട് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഇനി വെള്ളം അയച്ചു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റൽസ് മൊത്തം ഡൈല്യൂട്ട് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഇഫക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അത് കാരണം എപ്പോഴും ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ സ്ക്രബ് ചെയ്താൽ മതി. ആദ്യം തന്നെ ഞാൻ ഫേസ് വെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വല്ല പാക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം.
മണക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. അപ്പം കുറച്ചെടുത്തിട്ട് അടിപൊളി പാക്കാട്ടോ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എന്താ പറയുക, ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു ഒറ്റ യൂസിൽ നിങ്ങളുടെ ടാനൊക്കെ മാറും. ടാനും മാറും, പിഗ്മെൻറ്റേഷൻ മാറിയിട്ട് സ്കിന്നൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് കിട്ടും. അതുകൊണ്ട് സ്കിന്നിനെ മറ്റേ എന്താ പറയുക, വലിച്ചു കീറുന്ന രീതിയിൽ സ്ക്രബ് ചെയ്യേണ്ട, ഒരു മൈൽഡ് രീതി സ്ക്രബിങ് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം അത്ര മതി. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ഒഴിച്ചിരുന്നെങ്കിൽ ഈ ഒരു സ്ക്രബിങ് ഇഫക്റ്റ് നമുക്ക് കിട്ടില്ല. ഇപ്പം കണ്ടോ, കറക്റ്റ് ആ ഒരു തരിതരിപ്പ് ഷുഗറിൻ്റെ ക്രിസ്റ്റൽസും. ഒരു 2 to 3 minutes റബ്ബ് കൊടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ ആവശ്യമില്ല. സ്കിന്നിനെ ഒരുപാടിട്ട് വലിച്ചിട്ട് നമ്മൾ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കണ്ട. പണ്ട് എനിക്ക് പല ഇങ്ങനെ പുറത്ത് പോയിട്ട് ടാനിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. പിഗ്മെൻറ്റേഷനും ടാനും ഫേസിൻ്റെ തന്നെ കളർ നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേറൊരു കളർ, ഒരു സൈഡ് വേറെ, അങ്ങനെ ആയിരുന്നു. അപ്പം ഇത് യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അത്രയ്ക്ക് അടിപൊളി. കോഫി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഒക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. എന്താ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ കഴുത്തിലും അപ്ലൈ ചെയ്യണം. പക്ഷെ ഞാനിപ്പം കഴുത്തിൽ അപ്ലൈ ചെയ്യുന്നില്ല, ഫേസ് മാത്രം അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. കുറച്ച് മതിയാവുണ്ടോ. ഇപ്പം ഞാൻ എടുത്ത് ഈ ക്വാണ്ടിറ്റി കാണിച്ചല്ലോ, ഈ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിനും കഴുത്തിനും കയ്യിനൊക്കെ ധാരാളമാണ് കേട്ടോ. കയ്യിനൊക്കെ യൂസ് ചെയ്യാം നമുക്ക്. ഇപ്പം നമുക്ക് വല്ല ഫങ്ഷൻസ് ഉണ്ട്, അപ്പം നമുക്കൊന്ന് പെട്ടെന്ന് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫങ്ഷന് പോകുന്നതിൻ്റെ തലേന്ന് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്താൽ മതി. സർക്കുലർ മോഷനിൽ റബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇവിടെയൊക്കെ കുറച്ച് തരിതരിപ്പ് ഉണ്ടാവില്ല, അതൊക്കെ റബ്ബ് ചെയ്ത് നല്ല രീതിയിൽ റബ്ബ് ചെയ്യും. ചുണ്ടിലും നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ചുണ്ടിലും ചില ആൾക്കാർക്ക് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ വരാറുണ്ട്, കറുത്ത ലൈൻ പോലെ വരാറുണ്ട്. അപ്പോൾ അതിനെല്ലാം ഇത് ബെസ്റ്റാണ്. അപ്ലൈ ചെയ്ത് ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്നെസ്സും ആ ഒരു എന്താ പറയുക, ആ ഒരു ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു നമ്മുടെ ഒരു ബ്ലാക്ക് സ്കിൻ ടോൺ ഒന്ന് ലൈറ്റൻ ആയിട്ടുണ്ടാവും. ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. പിന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ഇടയ്ക്ക് നക്കുകയും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പഞ്ചസാരയൊക്കെ ഉള്ള കാരണം. ഒരിക്കലും ചുണ്ടും ഒരുപാടിട്ട് അമർത്തരുത് കേട്ടോ. മതിയാവും കേട്ടോ. നമ്മളിപ്പോൾ 1 മിനിറ്റ് ചുണ്ടും സ്ക്രബ് ചെയ്തിട്ടുണ്ട്, 2 minutes ഫേസും സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ ഗൈസ്. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കാണുമ്പോൾ ആ ഒരു ചേഞ്ച് മനസ്സിലാവുണ്ടാവും. ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ സ്കിൻ എങ്ങനെയായിരുന്നു, നല്ല രീതിയിൽ ഒരു സ്ക്രബ് കൊടുത്തപ്പം ആ ഒരു ഗ്ലോ ഫ്രം വിത്തിൻ വന്നിട്ടുണ്ട്. ആൻഡ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിൾ ഒരു ബേബി സ്കിൻ പോലെ ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങളെല്ലാവരും കണ്ടല്ലോ എൻ്റെ കോഫി ഷുഗർ കോക്കനട്ട് ഓയിൽ സ്ക്രബ്. അടിപൊളി സ്ക്രബാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. ഈ സ്ക്രബ് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾ ആ ഒരു എണ്ണമയം പ്രിഫർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാവുന്നതാണ്. പക്ഷെ ഞാനൊക്കെ ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോക്കനട്ട് ഓയിലിൻ്റെ ഒരു നമുക്കൊരു കുറച്ചൊരു എണ്ണമയം ഉണ്ടാവില്ല, അത് ഞാൻ അങ്ങനെ വെക്കാറുണ്ട്. ബിക്കോസ് എനിക്ക് ഇഷ്ടമാണ് അതങ്ങനെ വെക്കുന്നത്. കാരണം നല്ല രീതിയിൽ സ്കിന്നൊന്ന് സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് യു പ്രിഫർ ടു വാഷ് ഇറ്റ് ഓഫ്, നിങ്ങൾക്ക് ഫേസ് വാഷ് ഇട്ട് വാഷ് ഓഫ് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണം ഹൗ ഡിഡ് യു ലൈക്ക് ദ സ്ക്രബ് എന്നുള്ളത്, ആൻഡ് ഹൗ ഇഫക്റ്റീവ് ഇറ്റ് ഈസ് ഫോർ യു എന്നുള്ളതും എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. ബിക്കോസ് നമ്മുടെ വീട്ടിൽ എല്ലാവരും ചെയ്യാറുണ്ട് കേട്ടോ. 100% ഇഫക്റ്റാണ്. ഫസ്റ്റ് ഒറ്റ യൂസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.